മാന്യമായ പാരമ്പര്യം. പ്രവാചകരുടെ പിതാമഹനായിരുന്ന ഹാഷിമിൻ്റെ നാമം അംർ എന്നായിരുന്നു. അംർ ഹാഷിമായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ദാരിദ്ര്യം കൊണ്ട് ഖുറൈശികൾ പ്രയാസപ്പെട്ടൊരു കാലം. വിശപ്പിൻ്റെ നിലവിളികൾ പുറത്തേക്കൊഴുകാൻ തുടങ്ങിയപ്പോൾ സങ്കടം സഹിക്കാനാവാതെ അംർ ഷാമിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് വാങ്ങിയ റൊട്ടി മക്കയിലെത്തിച്ചു. ജനങ്ങൾക്ക് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി. റൊട്ടി ചുമന്നെത്തിച്ച ഒട്ടകത്തെ അറുത്തുകൊണ്ടാണ് സദ്യ ഒരുക്കിയത്. പട്ടിണിക്കാലത്തെ ആദ്യത്തെ ഊട്ടലായിരുന്നു അത്. റൊട്ടി നുറുക്കി എന്നർത്ഥം വരുന്ന ഹഷമ എന്ന പദത്തിൽ നിഷ്പന്നമായ ഹാഷിം എന്ന പേരാണ് അന്നു മുതൽ അംറിനെ അവർ വിളിച്ചത്. പാവപ്പെട്ടവരുടെ വേദനയിൽ ഹൃദയം കൊണ്ട് പങ്കുചേർന്ന് പരിഹാര വഴികൾ അന്വേഷിച്ച ഈ മഹാൻ ഫാത്തിമ ബീവിയുടെ ഒരു പിതാമഹനാണ്. ഹാജിമാരെ സ്വീകരിക്കുകയും പാനം നൽകുകയും ചെയ്യുന്ന ജോലി ഹാഷിമിനായിരുന്നു. അതിനാൽ തന്നെ ഹജ്ജിൻ്റെ സമയത്ത് മക്ക നിവാസികളോട് ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു: നിങ്ങൾ അള്ളാഹുവിൻ്റെ അയൽവാസികളും അവൻ്റെ കഅബ ഗേഹത്തിൻ്റെ സഹവാസികളുമാണ്. ഈ ഗേഹത്തെയും അള്ളാഹുവിനെയും ആരാധിക്കുന്നവർ നിങ്ങളിലേക്ക് വരും. അവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അതിഥികളെ ആദരിക്കേണ്ടത് ആതിഥേയരുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ അതിഥികളെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്കാണ് ലഭിച്ചത്. അവരെ ആദരവുകളോടെ സ്വീകരിച്ച് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. ഹാജിമാരെ സ്വീകരിക്കാൻ ഹാഷിം ധാരാളം പണം ചെലവഴിച്ച് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുമായിരുന്നു. മുൻതഖ എന്ന ഗ്രന്ഥത്തിൽ ഹാഷിമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അറേബ്യൻ ജനതയിൽ ഉന്നതസ്ഥാനീയനും ഗണനീയനും ഉദാരമതിയുമായിരുന്നു ഹാഷിം. ക്ഷാമകാലത്തും ക്ഷേമകാലത്തും അദ്ദേഹത്തിൻ്റെ സൽക്കാരം കൊണ്ട് സമ്പന്നമായിരുന്നു. യാത്രികരും ആവശ്യക്കാരും അതിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പ്രവാചക പ്രഭയുടെ സ്വാധീനം ആ മുഖത്ത് സദാ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാണുന്ന പുരോഹിതരെല്ലാം എന്തോ രഹസ്യം മനസ്സിലാക്കി ഹസ്തദാനം നൽകി പോന്നു. അറേബ്യ കുലശ്രേഷ്ഠരും പാതിരിമാരും തങ്ങളുടെ പെൺമക്കൾക്ക് ഹാഷിമിനെ കൊതിക്കുകയും അതിനുവേണ്ടി കേഴുകയും ചെയ്തു. റോമ രാജാവ് ഹിറക്കൽ വരെ ആഗണത്തിൽ പെടുന്നു. ഇഞ്ചീലിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഹിറക്കലിൻ്റെ അഭ്യർത്ഥന. പക്ഷേ ഹാഷിം ഈ അഭ്യർത്ഥനകളൊക്കെ നിരസിച്ചു. ഫാത്തിമ ബീവിയുടെ മറ്റൊരു പിതാമഹനാണ് അബ്ദുൽ മുത്തലിബ്, പ്രവാചകരുടെ ഉപ്പയുടെ ഉപ്പ. അദ്ദേഹത്തിൻ്റെ പേര് ഷൈബത്തുൽ ഹംദ് എന്നായിരുന്നു. ഷൈബ അബ്ദുൽ മുത്തലിബ് ആയതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ഹാഷിമിന് ശേഷം സഹോദരൻ മുത്തലിബ് മക്കയുടെ അതിഥികളുടെ പരിചാരകനായി. ആധാരസൂചകമായി അറബികൾ ഫൈൽ എന്ന് വിളിക്കുകയും ചെയ്തു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയ ഉറ്റ സുഹൃത്ത് സാബിത്ത് ബിൻ മുൻദിർ സഹോദരപുത്രൻ ഷൈബയെ കണ്ട വിവരം പറഞ്ഞു. സുഹൃത്തിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞപ്പോൾ സഹോദരപുത്രനെ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ മുത്തലിബ് തീരുമാനിച്ചു. അതിന് സൽമയുടെ സമ്മതം ലഭിക്കണമെന്നു മാത്രം. അദിയ് ബിൻ നജ്ജാർ ഗോത്രത്തിലെ ലബീദിൻ്റെ മകൻ അംറിൻ്റെ മകളാണ് സൽമ, ഷൈബയുടെ മാതാവ്. ഹാഷിമുമായി അവർ വിവാഹിതയായ കഥ കൂടി വായിക്കാം. ഖുറൈശി ഒട്ടക സംഘത്തിനൊപ്പം മാർക്കറ്റിൽ ചെന്ന ഹാഷിം കുലീനയും സുന്ദരിയുമായ ഒരു വനിത കച്ചവടക്കാര്യങ്ങളിൽ കൽപ്പനകൾ നൽകുന്നത് ശ്രദ്ധിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവരുടെ പ്രതാപം മനസ്സിലാക്കിയ ഹാഷിം അവർ വിവാഹിതയാണോ എന്ന് അന്വേഷിച്ചു. അവിവാഹിതയാണെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് അവരിപ്പോൾ വിവാഹം ഉദ്ദേശിക്കുന്നില്ലെന്നറിഞ്ഞു. അന്വേഷണം നടത്തിയ ഹാഷിമിൻ്റെ സ്ഥാനമാനങ്ങൾ മനസ്സിലാക്കിയ അവർ വിവാഹത്തിന് അംഗീകരിച്ചു. ആ ദമ്പതികൾക്ക് സുന്ദരനായ ഒരു കുഞ്ഞ് പിറന്നു. കുട്ടിയുടെ തലയിൽ നരച്ച മുടിയുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ അവൾ ഷൈബ എന്ന് പേര് വിളിച്ചു. അല്പം കഴിഞ്ഞ് ഒരു യാത്രക്കിടയിൽ പിതാവ് ഹാഷിം വിട വാങ്ങുകയും ഗുസ്സ എന്ന സ്ഥലത്ത് മറമാടുകയും ചെയ്തു. അതോടെ മകൻ പൂർണ്ണമായി മാതാവിൻ്റെ പരിചരണത്തിലായി.
സന്തോഷത്തോടെ ഇങ്ങനെ കഴിയുന്നതിനിടയിലാണ് ഹാഷിമിൻ്റെ സഹോദരൻ മുത്തലിബിനോട് സാബിത്ത് മേൽവർത്തമാനം പറഞ്ഞത്. മുത്തലിബ് മകനെ കൊണ്ടുപോകാൻ വന്നപ്പോൾ ആദ്യം വിസമ്മതിച്ചെങ്കിലും ശേഷം സൽമ അംഗീകരിച്ചു കൊടുത്തു. മുത്തലിബ് സഹോദരപുത്രനെ കൊണ്ട് മക്കയിലേക്ക് മടങ്ങിയെത്തിയത് പട്ടാപ്പകലായിരുന്നു. ഇതുകണ്ട മക്ക നിവാസികൾ മുത്തലിബിൻ്റെ അടിമയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ചു. കാലം ആ കുട്ടിയുടെ ഷൈബ എന്ന പേര് മായ്ച്ചു കളഞ്ഞു. ഷൈബ പിന്നീട് അബ്ദുൽ മുത്തലിബായി. മുത്തലിബ് യമനിലേക്ക് യാത്രയായി അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു. അതോടെ കഅബ പരിചരണം അബ്ദുൽ മുത്തലിബിൻ്റെ കൈകളിലായി. തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഹാജിമാർക്ക് ഭക്ഷണം നൽകുകയും വലിയ ഹൗലുകളിൽ അവർക്ക് പാനീയമൊരുക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. സംസം പുറത്തു വന്നതോടെ പിന്നെ ഹൗലുകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ജുർഹും വംശക്കാർ മൂടിക്കളഞ്ഞ സംസം പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹമായിരുന്നു. കാലപ്രവാഹത്തിൽ കല്ലും ചരലുമടിഞ്ഞില്ലാതായ സംസം ഉറവ പുറത്തു കൊണ്ടുവരാൻ അബ്ദുൽ മുത്തലിബ് ദൃഢപ്രതിജ്ഞയെടുത്തു. ഖുറൈശികളുടെ സഹായം ലഭിക്കാതിരുന്നപ്പോൾ നേർച്ച നേർന്ന് ആത്മധൈര്യത്തോടെ അബ്ദുൽ മുത്തലിബ് ഉദ്യമം തുടർന്നു. 10 ആൺമക്കളുണ്ടായാൽ അതിലൊന്നിനെ റബ്ബിൻ്റെ മാർഗത്തിൽ ബലി കൊടുക്കാമെന്നായിരുന്നു നേർച്ച. ആ വിശുദ്ധ ജലത്തിൻ്റെ അനുഗ്രഹം തനിക്കും മക്കൾക്കും വേണ്ടുവോളം ലഭിച്ചു. ഒരിക്കലും ബിംബത്തിന് മുന്നിൽ തലകുനിക്കാത്ത അദ്ദേഹം ഒരു പൂജാരിയെയും കാര്യകർത്താവാക്കാതെ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കു ഫലമായി 10 ആൺമക്കളെ ലഭിച്ചു. ഹാരിസ്, സുബൈർ, അബു താലിബ്, അബ്ദുള്ള, ഹംസ, അബു ലഹബ്, ഗീത, മുഗവ്വം, ലിറാർ, അബ്ബാസ് എന്നീ പേരുകളിൽ അവർ വലുതായി. മക്കളെ ഒരുമിച്ച് കൂട്ടി തൻ്റെ നേർച്ചക്കാര്യം അബ്ദുൽ മുത്തലിബ് വിവരിച്ചു. ഒരു കുട്ടി പോലും പിതാവിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, നേർച്ച നടപ്പിലാക്കൂ ഉപ്പ എന്ന് അവർ ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്തു. അമ്പിൻ്റെ തലക്കൽ അവരവരുടെ പേരെഴുതാൻ ആവശ്യപ്പെട്ടു. അവരത് അനുസരിച്ചു. പേരെഴുതിയ അമ്പുകൾ ഏൽപ്പിച്ചു. കഅബ പരിചാരകനോട് അബ്ദുൽ മുത്തലിബ് നറുക്കെടുക്കാൻ ആവശ്യപ്പെട്ടു. മക്കക്കാർക്കും അബ്ദുൽ മുത്തലിബിനും ഏറെ പ്രിയങ്കരനായിരുന്ന അബ്ദുള്ളക്കാണ് നറുക്കു വീണത്. പക്ഷേ ആത്മാർപ്പണ ബോധമുള്ള അബ്ദുൽ മുത്തലിബ് പതറാതെ അബ്ദുള്ളയുടെ കൈപിടിച്ച് അറവിടത്തിലേക്ക് നടന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ പെൺമക്കൾ ഇതോടെ നിലവിളിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഒരാൾ ഓടി വന്ന് അബ്ദുള്ളയുടെ പേരും ഒട്ടകത്തിൻ്റെ പേരും കൂടി ഇട്ട് ഫിദിയ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അറബികളൊക്കെ അതിനോട് ഐക്യം പ്രാപിച്ചു. ഏതായാലും അബ്ദുള്ളയെ അറുക്കരുതെന്ന് അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞു. ഒരു പുരോഹിതനോട് അന്വേഷിച്ച് അബ്ദുൽ മുത്തലിബ് ഒരു തീരുമാനത്തിലെത്തി. അബ്ദുള്ളയുടെ പേരും 10 ഒട്ടകങ്ങളെയും ചേർത്ത് നറുക്കിടുക. എന്നിട്ട് നറുക്കെടുക്കാൻ കഅബ പരിചാരകനോട് ആവശ്യപ്പെട്ടു. അപ്പോഴും അബ്ദുള്ളയുടെ പേര് തന്നെ വന്നു. ഓരോ പ്രാവശ്യവും 10 വീതം ഒട്ടകങ്ങളെ കൂടി ചേർത്ത് നറുക്കെടുത്തു. 9 പ്രാവശ്യം അബ്ദുള്ളയുടെ പേര് തന്നെ വന്നു. 10ാം പ്രാവശ്യം ഒട്ടകത്തിൻ്റെ പേര് വന്നു. അബ്ദുൽ മുത്തലിബും ജനങ്ങളും തക്ബീർ മുഴക്കി ഒട്ടകത്തെ അറുക്കുകയും ചെയ്തു. അന്നു മുതലാണ് ഒരാൾക്ക് പകരം 100 ഒട്ടകം ഫിദിയ എന്ന ചര്യ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമമാക്കി അത് നിലനിർത്തുകയും ചെയ്തു. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ബലിദാന സംഭവത്തിൻ്റെ ഓർമ്മകൾ ആവർത്തിക്കുകയാണിവിടെ. ഇബ്രാഹിമി ഇസ്മായിലി താവഴിയിൽ തന്നെയാണ് അബ്ദുല്ലാഹിനുടെയും ഉദയം. അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയ ബോധനമായിരിക്കണം അബ്ദുൽ മുത്തലിബിനും ബലിദാനത്തിലേക്ക് ചിന്തിപ്പിച്ചത്. തബഖാത്തിബ്നു സഅദിൻ്റെ ഭാഷയിൽ ഖുറൈശികൾ ഏറ്റവും മാന്യരും അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരുമായിരുന്നു. ഏർപ്പെട്ട കരാറുകൾ പാലിക്കുന്നതിൽ കാണിച്ച നിഷ്കർഷതയും മരണശേഷവും അതിന് വിഘാതം വരാതിരിക്കാൻ ചെയ്തു വെച്ച ഏർപ്പാടുകളും പ്രസിദ്ധമാണ്. ഖുസാഅ ഗോത്രക്കാരോട് ദാറുന്നദവയുടെ ഉള്ളിൽ വെച്ച് നടത്തിയ കരാർ കഅബാലയത്തിനുള്ളിൽ സൂക്ഷിച്ചതും കരാറിൻ്റെ കാര്യം ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ മകൻ സുബൈറിനെ ഏൽപ്പിച്ചതും ഈയൊരു നിർബന്ധം കൊണ്ടാണ്. അദ്ദേഹം ആ കരാർ തുടർന്നതും സൂക്ഷിക്കാൻ അബൂ താലിബിനെയും ഏൽപ്പിച്ചിരുന്നു. നല്ല ഗുണങ്ങൾ പാരമ്പര്യത്തിൽ നിന്ന് പകരുന്നതാണ്. വിശുദ്ധമായ പാരമ്പര്യം ഒരു വ്യക്തിക്ക് അഭിമാനവും വ്യക്തിത്വത്തിൽ സ്വാധീനിക്കുന്നതുമാണ്.
ഈ വസ്തുതകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രചനാരീതി സ്വീകരിച്ചതുകൊണ്ടാണ് സെഹ്റായിൻ്റെ ചരിത്രത്തിൽ അബ്ദുൽ മുത്തലിബ് കടന്നു വരുന്നത്. റഖീഖത്ത് ബിൻത് അബി സൈഫി ബിൻ ഹിഷാം ഉദ്ധരിക്കുന്നൊരു സംഭവമുണ്ട്. അബ്ദുൽ മുത്തലിബിൻ്റെ ആത്മീയ വിശ്വാസ രംഗത്തെ പ്രഭാവത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണത്. മഴ ലഭിക്കാതെ ഖുറൈശികളൊരിക്കൽ പ്രയാസപ്പെട്ടു. ദാരിദ്ര്യത്തിൻ്റെ അവശ ദിനങ്ങളിൽ അവരുടെ സമ്പത്തും ശരീരവുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഓ ഖുറൈശികളെ, ഇനി അവതരിക്കാനുള്ള പ്രവാചകൻ നിശ്ചയമായും നിങ്ങളിൽ നിന്നാണ്. അതിനുള്ള കാലവും അടുത്തിരിക്കുന്നു. അദ്ദേഹത്താൽ നിങ്ങൾക്ക് ഗുണവും പുനരുദ്ധാരണവും കൈവരും. നിങ്ങളിൽ കുടുംബ പാരമ്പര്യത്തിലും മാന്യതയിലും ഉന്നതനായ ആളെ കണ്ടെത്തുക. പുരികങ്ങളുടെ സംഗമഭാഗം വെളുത്ത്, ഇമകൾ നേർത്ത്, ചുരുണ്ട കമനീയമായ കവിളുകളും മുഖത്തിനൊത്ത മൂക്കുമുള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹവും മുഴുവൻ മക്കളും ഖുറൈശി തറവാട്ടിലെ ഓരോ കുടുംബത്തിലെയും ഒരംഗവും ശുദ്ധി വരുത്തി സുഗന്ധം പൂശി ഹജറുൽ അസ്വദ് മുത്തിയ ശേഷം അബൂ ഖുബൈസ് പർവ്വതത്തിനു മുകളിൽ കയറുക. മഴ ലഭിക്കുമെന്ന വിശ്വാസത്തോടെ അവർ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുക. എൻ്റെ സ്വപ്നകാര്യങ്ങൾ ഞാൻ ഖുറൈശികളോട് പറഞ്ഞു. ഉദ്ധൃത വിശേഷങ്ങളെല്ലാം സമ്മേളിച്ച ആളായി അബ്ദുൽ മുത്തലിബിനെയാണ് കണ്ടത്. സ്വപ്നങ്ങളിലെ നിർദ്ദേശം പോലെ പർവ്വതത്തിനുമേൽ കയറി അബ്ദുൽ മുത്തലിബ് ദുആ ചെയ്തു: ഞങ്ങൾ നിന്റെ അടിമകളാണ്, അടിമകളുടെ മക്കളുമാണ്. നിനക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വിഷമത്തിലാണ്. അതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ. പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴേക്കവർക്ക് മഴ ലഭിച്ചു. പർവ്വത താഴ്വരങ്ങൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഈ സ്വപ്ന സന്ദേശം അബ്ദുൽ മുത്തലിബിൻ്റെ ഹൃദയശുദ്ധിയും തന്നിൽ അന്തർലീനമായി കിടക്കുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ ദൃഢതയുമായാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു നബി വരാനുണ്ടെന്നറിഞ്ഞ അബ്ദുൽ മുത്തലിബ് അത് തൻ്റെ കുടുംബത്തിൽ നിന്നാകാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. യമനിലേക്കുള്ള യാത്രാമാർഗം ഹുമൈറ ഗോത്രത്തിലെ ഒരു മഹാന്റെ അടുത്തു ചെന്നു. പ്രായം ചെന്ന വേദപണ്ഡിതനായ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. അയാൾ അബ്ദുൽ മുത്തലിബിനോട് നിങ്ങളുടെ ശരീരത്തിൽ ഒരിടം പരിശോധിക്കാൻ അനുവദിക്കുമോ എന്ന് അന്വേഷിച്ചു. എൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കാനുള്ളതല്ല, അബ്ദുൽ മുത്തലിബ് തിരിച്ചു പറഞ്ഞു. അല്ല, നിങ്ങളുടെ നാസാരന്ധ്രങ്ങൾ ഒന്ന് പരിശോധിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് സമ്മതിച്ചു. അയാൾ മൂക്കിലെ രോമങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ശേഷം പറഞ്ഞു: പ്രവാചകത്വത്തെയും മലക്കിനെയും ഞാൻ കണ്ടു. മറ്റൊന്ന് കണ്ടത് ബനി സെഹ്റയിലാണ്. ദൃഢമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഹൃദയമായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റേത്. അബ്രഹത്തും സൈന്യവും കഅബാലയം ആക്രമിക്കാൻ വന്നപ്പോൾ തൻ്റെ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അബ്രഹത്തിനെ എതിർത്തുകൊണ്ട് അബ്ദുൽ മുത്തലിബ് രംഗത്തു വന്നു. ഉടനെ അയാൾ കഅബാലയത്തെക്കുറിച്ചൊന്നും പറയാനില്ലേ എന്ന് അന്വേഷിച്ചു. ഏയ് ഇല്ല, അതിനതിൻ്റെ നാഥനുണ്ട്, അവനത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. തവക്കുലാക്കി അള്ളാഹുവിലുള്ള പ്രതീക്ഷ പ്രകടിപ്പിക്കുകയായിരുന്നു അബ്ദുൽ മുത്തലിബ്. പ്രതീക്ഷ പോലെ തന്നെ അബ്രഹത്തിൻ്റെ സൈന്യത്തെ ചെറിയ പക്ഷികളെ കൊണ്ട് കഅബയുടെ നാഥൻ നിലക്കു നിർത്തി. അത്യുന്നതയിലെത്തിയ വിശ്വാസത്തിൻ്റെ ആൾരൂപമായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നതിന് വ്യക്തമായ സംഭവമാണ് മേൽ ഉദ്ധരിച്ചത്. ഫാത്തിമ ബീവിയുടെ മഹനീയ പാരമ്പര്യത്തിൻ്റെ ശൃംഖലയിലെ അടുത്ത കണ്ണിയാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അബ്ദുൽ മുത്തലിബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഉള്ള മകനായിരുന്നു അബ്ദുള്ള. വിശുദ്ധമായ മാതൃപിതൃ പരമ്പരയിലൂടെയുള്ള പിറവി, പാരമ്പര്യത്തിൻ്റെ വിശിഷ്ട വൃക്ഷത്തിലെ വിശിഷ്ട ശിഖരം, ബലിക്കത്തിൽ നിന്ന് ദൈവഹിതത്താൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ വിശുദ്ധൻ. സുന്ദരനും സുമുഖനുമായ അബ്ദുള്ളയുടെ പ്രകൃതം ആരായാലും ആകർഷിക്കപ്പെടുന്നതായിരുന്നു. അബ്ദുള്ളയെ തൻ്റെ ഭർത്താവായി കിട്ടിയാലെന്ന് മക്കയിലെ പെൺകുട്ടികൾ ആശിച്ചു. ചിലർ പരിസരം മറന്നു തുറന്നു പറയാൻ ശ്രമിച്ചു. മറ്റു ചിലർ ആകർഷകമായ പെണ്ണുടൽ പ്രദർശിപ്പിച്ച് അബ്ദുള്ളയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ എല്ലാ കെണിവലകളെയും
വൈകാരിക ക്ഷണങ്ങളെയും ആ വിശുദ്ധൻ അവഗണിച്ചു തള്ളി. വറഖത്ത് ഇബ്നു നൗഫലിന്റെ സഹോദരി ഖുതൈലത്ത് ഒരിക്കൽ കഅബക്കരികിൽ വെച്ച് അബ്ദുള്ളയെ കണ്ടുമുട്ടി. നിങ്ങളെ എനിക്കു തന്നാൽ നിങ്ങൾക്കു പകരം ബലി നൽകിയ അത്രയും ഒട്ടകം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടവൾ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ പിതാവിനൊപ്പം പോവുകയാണ്. അദ്ദേഹത്തെ പിരിയാനോ എതിര് പ്രവർത്തിക്കാനോ എനിക്കാവില്ലെന്ന് പറഞ്ഞു അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞുമാറി. മറ്റൊരു നിവേദനം ഇങ്ങനെയാണ്: അവൾക്കടുത്തുകൂടെ അബ്ദുള്ള കടന്നുപോയി. ശരീരത്തെ വിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടവൾ തുണി പിടിച്ചു വലിച്ചു. അപ്പോൾ മഹാനവർകൾ അവിടെ നിന്ന് കുതറിപ്പിടഞ്ഞ് രക്ഷപ്പെട്ടു. അബ്ദുള്ളയെ വശീകരിക്കാൻ ശ്രമിച്ച മറ്റൊരു സുന്ദരിയായിരുന്നു ഫാത്തിമത്തു ബിൻതു മുർറ. അവൾ വേദഗ്രന്ഥത്തിൽ പാണ്ഡിത്യമുള്ളവൾ ആയിരുന്നുവെന്നും അല്ല, ഗുസ്അം ഗോത്രത്തിലെ മന്ത്രവാദിനിയായിരുന്നുവെന്നും ഇബ്നു സഅദും ത്വബരിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തബക്കാത്തിൽ സംഭവത്തിന്റെ തുടർച്ച കുറിച്ചിടുന്നുണ്ട്. അവർ അബ്ദുള്ളയെ ക്ഷണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ 100 ഒട്ടകം സമ്മാനമായി തരുന്നതാണ്. അവിടെ അബ്ദുള്ള ആർജവത്തോടെ 2 വരി കവിത തിരിച്ചെറിഞ്ഞുകൊടുത്തു: ഹറാം പ്രവർത്തിക്കുന്നതിലും ഭേദം മരണമാണ്. ഹലാലിന്റെ തണലിതിനുണ്ടെങ്കിൽ ഞാനിത് സ്വീകരിച്ചേനെ. മാന്യന്മാരെ അവരുടെ ചിട്ടയും അഭിമാനവും സംരക്ഷണത്തിന്റെ ആ കാവലൊരുക്കി പൊതിഞ്ഞുകെട്ടും. ആ മറ നീ എങ്ങനെ പൊളിച്ചകത്തു കടക്കാനോ? വിശേഷണങ്ങൾ അറിഞ്ഞ അറബ് ലോകത്തെ പെൺകുട്ടികൾ അബ്ദുള്ളയുമായി വിവാഹാന്വേഷണങ്ങൾ നടത്തി. എല്ലാം വിസമ്മതിച്ചു. പെൺകൊടികൾ ഇങ്ങനെ പാടി: തോരാതെ പെയ്യുന്ന മേഘങ്ങൾക്കിടയിലും മിന്നിത്തിളങ്ങുന്ന മേഘക്കീറിനെ ഞാൻ കാണുന്നു. ആ മേഘജലം സുപ്രഭാതം പോലെ ചുറ്റും പ്രകാശത്തെ പെറ്റുകൂട്ടുന്നു. എൻ്റെ ഈ ശരീര സാമ്രാജ്യത്തിൻ്റെ അധിപനായി കാണുന്നു ഞാൻ അയാളെ. പാതിവ്രത്യത്തിൻ്റെ വിശുദ്ധിയിൽ വിലാസം നേടി പിതാമഹത്തെ ജീവിതമഹത്വമാണിവിടെ സഹറായിൻ്റെ ചരിത്രത്തിലും കണ്ണി ചേരുന്നത്.